ഇന്ന വലിയല്ലാഹുല്ലദി ഇന്ന വലി എൻ്റെ വലിയ അള്ളയാണ്, എൻ്റെ കൈകാര്യ കർത്താവ് അള്ളാഹുവാണ്. അതായത് മുത്തവല്ലി ഉമൂരി, എൻ്റെ കാര്യങ്ങളുടെ കർത്താവ്, കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന അള്ളാഹുവാണ്. അല്ലതി എങ്ങനെയുള്ള അള്ളാഹു? നസ്സൽ കിതാബ, അൽ കിതാബ് എന്ന് വെച്ചാൽ അൽ ഖുർആന, ഖുർആനെ ഇറക്കിയ അള്ളാഹു. യതവല്ല സാലി, അവൻ സാലിഹീങ്ങളുടെ കാര്യങ്ങളൊക്കെ ഏറ്റു നടത്തുന്നു. ബിഫ്ലിഹി, അവൻ്റെ സംരക്ഷണം കൊണ്ട്. വല്ലദീന തദ്ഉന മിൻ ദൂനി, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒന്ന് ലാ യസ്തതിഉന നസ്റക്കും, നിങ്ങളെ സഹായിക്കാൻ അവർക്ക് കഴിയുകയില്ല. വലാ അൻഫുസഹും യൻസുറൂൻ, സ്വന്തങ്ങൾക്ക് തന്നെ അവർ സഹായം നൽകുന്നതുമല്ല. ഫകൈഫ ഉബാലി ബിഹിം, പിന്നെ എങ്ങനെയാണ് ഞാൻ അവരെ പരിഗണിക്കുക? വഇൻ തദ്ഉഹും അൽ അസ്നാമ, നിങ്ങളെങ്ങാനും അതിനെ ക്ഷണിക്കുന്ന പക്ഷം ഇലൽ ഹുദാ, സന്മാർഗത്തിലേക്ക്. ലാ യസ്മഉ, അവകൾ കേൾക്കുകയില്ല. വതറാഹും, നിങ്ങൾ അവരെ കാണും. അവൾ എന്ന് വെച്ചാൽ അയിൽ അസ്നാമ, വിഗ്രഹങ്ങളെ. ആ മുഹമ്മദ്, ഓ മുഹമ്മദ്, അങ്ങ് ആ വിഗ്രഹങ്ങളെ കാണുന്നുണ്ടല്ലോ. യൻളുറൂന ഇലൈക, അവകൾ താങ്കളിലേക്ക് നോക്കുന്നതായിട്ട്. അതായത് ലാ യുഖാബിലൂനക കന്നാദിരി, അതായത് യൻളുറൂന ഇലൈക വതറാഹും യൻളുറൂന ഇലൈക എന്ന് ഐ യുഖാബിലൂനക, അങ്ങയോട് മുക്കാബലയായ നിലയ്ക്ക്, അതായത് അങ്ങയോട് അഭിമുഖീകരിക്കുന്ന നിലയ്ക്ക്. കന്നാതിരു, നോക്കുന്ന ആളെ പോലെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതായിട്ട് അങ്ങ് കാണുന്നുണ്ടല്ലോ. തറാഹും യൻളുറൂനയിലേക്ക്, എന്നാൽ ഏതൊരു സ്ഥിതിയിൽ വഹും ലാ യുബ്സിറൂൻ, അവൾ കാണുന്നില്ല. നോക്കുന്ന ആളെ പോലെ അങ്ങ് ഇങ്ങനെ നോക്കി നിൽപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ, പക്ഷെ എന്താണ് അവർക്ക് കാണുന്നുണ്ടോ? കാണുന്നില്ല. ഖുദിൽ അഫ്വ, അങ്ങ് എന്ത് സ്വീകരിക്കുക? മാപ്പാക്കലിനെ സ്വീകരിക്കുക. വഅ്മുർ ബിൽ ഉർഫി, അല്ലേ? ഖുദിൽ അഫ്വ എന്ന് വെച്ചാൽ അൽ യുസ്ർ, ഇവിടെ കൊടുത്തിരിക്കുന്ന യുസ്ർ മിൻ അഖ്ലാഖിൻ നാസ്, യുസ്റിനെ അങ്ങ് എന്ത് ചെയ്യുക? എളുപ്പത്തെ അങ്ങ് സ്വീകരിച്ചോ. മിൻ അഖ്ലാഖിൻ നാസ്, ജനങ്ങളുടെ സ്വഭാവത്തിൽ നിന്നും. വലാ തബഹസ് അൻഹ, അതിനെപ്പറ്റി അങ്ങ് ചർച്ചയൊന്നും ചെയ്യാൻ നിൽക്കണ്ട, അങ്ങോട്ട് വിട്ടുകൊടുത്തേര്. വഅ്മുർ ബിൽ ഉർഫി ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് അങ്ങ് എന്ത് ചെയ്യുക? കൽപ്പിക്കുക. വാരി തനിച്ചാൽ, ഇങ്ങനെ വിവരക്കേട് കാണിക്കുന്ന ആൾ തൊട്ട് അങ്ങ് തിരിഞ്ഞു കളഞ്ഞേക്കാം. ഫലാ തുഖാബിലുഹു ബി സഫഹീം, അവരുടെ വിഡ്ഢിത്തത്തിന് പകരമായിട്ട് അവരോട് അങ്ങ് മുക്കാബല, പ്രതിപ്രയോഗം നടത്തേണ്ടതൊന്നുമില്ല. വ ഇമ്മ ഫീ ഇദ്ഗാമു നൂനി ഇൻ അശർത്തിയ, ഷർത്തിയത്തായ ഇന്നിന്റെ നൂനിനെ ലയിപ്പിക്കലുണ്ട്. ഏതില്? ഫീ മൽ മസീദ, സായിദയാക്കപ്പെട്ട, വർദ്ധിപ്പിക്കപ്പെട്ട മായിൽ. അപ്പൊ ഇൻമ യൻസഗന്നക എന്നാണ്. മിന ശൈത്വാനി, നസ്ഗ് എന്ന് വെച്ചാൽ ഊരുക, തെറ്റിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ എന്താണ്? അങ്ങയെ തെറ്റിക്കുന്ന പക്ഷം. മിന ഷെയ്ത്താൻ, ഷെയ്ത്താന്റെ ഭാഗത്ത് നിന്നും നസ്ഗും വല്ല തെറ്റിക്കലും. അതായത് ഈ യസ്രിഫ്ക അമ്മ ഉമിർത്ത ബിഹി, അങ്ങയോട് എന്തുകൊണ്ടാണോ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ ഒരു കാര്യത്തൊട്ട് അങ്ങയെ തെറ്റിക്കുന്ന പക്ഷം. സാരിഫിന്, വല്ല തെറ്റിക്കുന്ന സാധനവും തെറ്റിക്കുന്ന പക്ഷം, എന്തെങ്കിലും അങ്ങേ യഥാവിധത്തിൽ നിന്നും തിരിച്ചു കളഞ്ഞാൽ ഫസ്തഇദ് ബില്ലാഹ്, അള്ളാഹുവിനോട് അങ്ങ് ശരണം തേടുക. ജവാബ് ഷർത്ത്, ഷർത്തിന്റെ ജവാബാണ്. വ ജവാബുൽ അംരി, അപ്പൊ ഈ അംറിന്റെ ജവാബോ അല്ലെ എന്താണ്? ഫസ്തഇദ് ബില്ലാഹ്, അങ്ങ് അള്ളാഹുവിനോട് ശരണം തേടുക. അതിനൊരു ജവാബ് ഉണ്ടാവില്ലേ? അംറിന് ജവാബ് ഉണ്ടാവില്ലേ? അത് മഹദൂഫും കളയപ്പെട്ടതാണ്. ഏതായത് യദ്ഫഉഹു അൻക എന്നാണ് കളയപ്പെട്ടത്. അപ്പം വല്ല ഷെയ്ത്താന്റെ ഭാഗത്തു നിന്നും വല്ല തിരിച്ചുകളയിലും അങ്ങേക്ക് വന്നാൽ, അങ്ങയെ തിരിച്ചു കളയുന്ന വല്ലതും തിരിച്ചു കളഞ്ഞാൽ അങ്ങ് അള്ളാഹുവിനോട് സഹായം തേടുക, ശരണം തേടുക, കാവൽ തേടുക. കാവൽ തേടിയാൽ അള്ളാഹു അതിനെ അങ്ങേത്തൊട്ട് തടയുന്നതാണ്, പ്രതിരോധിക്കുന്നതാണ് എന്ന ആ ജവാബ് കളയപ്പെട്ടതാണ്. ഇന്നഹു സമീഉൻ ലിൽ ഖൗലി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കൗലിനെയൊക്കെ കേൾക്കുന്നവനും, അലീമും ബിൽ ഫീലി, ഈ ഫീലിനെയൊക്കെ അറിയുന്നവനുമാണ് വിശാലമായിട്ട്. ഇന്നല്ലദീന, നിശ്ചയം ഒരു കൂട്ടർ, ഇത്തഖൗ അവർ സൂക്ഷിച്ചു, ഇദാ മസ്സത്തുഹും അവർക്ക് ബാധിക്കുമ്പോൾ, അസാബഹും അവർക്ക് എത്തുമ്പോൾ, വല്ല ത്വയ്ഫുൻ, നമ്മുടെ ഖിറാഅത്തിൽ ത്വായിഫാണ്, വഫീ ഖിറാഅത്ത് മറ്റൊരു ഖിറാഅത്തിൽ ത്വായിഫ് എന്നുണ്ട്. അവിടെ എന്തായാലും ഉദ്ദേശിക്കുന്നത് ഷെയ്ഉൻ അലമ്മ ബിഹിം, അവരിൽ ഇൽമാമ് ഇറങ്ങുന്ന ഒന്ന്. പിന്നെ ഷെയ്ത്താനി, അപ്പം ഇൽമാമത്ത് ബാധിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പൊ ഷെയ്ത്താനിൽ നിന്നും ബാധിക്കുന്ന വല്ല സംഗതിയും അവരിൽ ഇറങ്ങുന്ന പക്ഷം, അവർക്ക് ബാധിക്കുന്ന പക്ഷം, ഷെയ്ത്താനിൽ നിന്നും വല്ല സംഗതിയും അവർക്ക് ബാധിക്കുന്ന പക്ഷം, ബാധിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? സൂക്ഷിക്കും. തഖ്വയിൽ അധിഷ്ഠിതമായ അങ്ങനെയുള്ള ആളുകൾ തദക്കറൂ. അപ്പൊ ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും, അപ്പം
തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ആളുകൾ അവർക്ക് ശൈത്താനിൽ നിന്നും വല്ലതും ബാധിക്കുമ്പോൾ തദക്കറൂ അവരെന്ത് ചെയ്യും? ഇഖാബ് അള്ളാഹുവിൻ്റെ ശിക്ഷയും സവാബും അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെയൊക്കെ ഓർക്കും. പഴച്ചു പോയാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ശിക്ഷ ഉണ്ടാകും, ശരിയായ വഴിക്ക് ക്ഷമിച്ചു കഴിഞ്ഞാൽ പ്രതിഫലം ഉണ്ടാവും എന്നങ്ങനെയൊക്കെ ഓർക്കും. ഫൈദാഹും മുബ്സിറൂനൽ ഹക്ക, അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യും? അപ്പോഴേക്കും ഈ ഹക്കിനെ, യാഥാർത്ഥ്യത്തെ അവർ കാണും. മീൻ ഗൈരിഹി, യാഥാർത്ഥ്യമല്ലാത്തത്. ഏതാണ് യാഥാർത്ഥ്യം ഏതാണ് അയഥാർത്ഥ്യം എന്ന് അവർക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഫയർജിഊന, അപ്പോഴേക്ക് ഈ ശൈത്താനിൽ നിന്നും വല്ലതും വന്ന് ഭവിക്കുമ്പോഴാണ് ഇതൊക്കെ, അപ്പോഴേക്ക് അവരതിൽ നിന്നും മടങ്ങുന്നതാണ്. വ ഇഖ്വാനുഹും, അവരുടെ സഹോദരങ്ങൾ, ഐ ഇഖ്വാനു ഷയാത്തീൻ, പിശാചുക്കളുടെ സഹോദരങ്ങൾ, മിനൽ കുഫാരി, കുഫാറിനാലുള്ള ആളുകൾ, യമുദ്ദൂനഹും, അവർക്ക് എന്ത് ചെയ്യും? ഇഖ്വാനുഹും യമുദ്ദൂനഹും എന്നാണ് നമ്മുടെ ഖിറാഅത്ത്. യമുദ്ദൂനഹും ഐ ഷയാത്തീൻ, ശൈത്താന്മാരെ എന്ത് ചെയ്യും? സഹായിക്കും. ഫിൽ ഗയ്യി, വഴിപിഴപ്പിക്കുന്ന വിഷയത്തിൽ. സുമ്മഹും, പിന്നെ അവർ ലാ യുഖ്സിറു, ഒരു കുറവും വരുത്തൂല. അപ്പോൾ ഈ ഷെയ്ത്താനിൻ്റെ സഹോദരങ്ങൾ എന്ന് വേണമെന്നില്ല, കൂട്ടുകാർ എന്ന് പറഞ്ഞാലും മതി. ഇഖ്വാനാണല്ലോ, ഇഖ്വത്ത് എന്നല്ലല്ലോ. അപ്പം അഹ്ജമ്മ് ഇഖ്വത്ത് എന്നാണെങ്കിൽ സഹോദരങ്ങളെന്നും, അഹ്ജമ്മ് ഇഖ്വാൻ എന്നാണെങ്കിൽ സുഹൃത്തുക്കളും. അപ്പം ഷെയ്ത്താന്മാരുടെ സുഹൃത്തുക്കൾ കാഫിര്യങ്ങളാണ്. അവർ യമുദ്ദൂനഹും എന്നാണ്. വേറെ ഖിറാഅത്ത് പലതുണ്ട്. നമ്മുടെ ഖിറാഅത്തിൽ യമുദ്ദൂനഹും ഫിൽ ഗയ്യി, ഈ ഷെയ്ത്താന്മാരെ ഈ ഗയ്യിൻ്റെ ഇതിൽ ഇങ്ങനെ സഹായിക്കും, വഴികേടിൻ്റെ ഇതിൽ സഹായിക്കും. സുമ്മഹും ലാ യുഖസ്സിറുൻ, പിന്നെ ഇവർ ഒരു കുറവും വരുത്തുകയില്ല. യഖുഫൂന, കഫ യഖുഫു എന്ന് വെച്ചാൽ എന്താണ്? കുറവ് വരുത്തുക. അനുഹു, അതിനെ തൊട്ട്, ഈ ഗയ്യിനെ തൊട്ട് ഒരു കുറവും വരുത്തൂല. ബി തബസ്സുരി, തബസ്സുർ കൊണ്ട്, തബസ്സുർ ശരിക്ക് വേണ്ട വിധം കണ്ട് മനസ്സിലാക്കുക. ഏതുപോലെ? അങ്ങനൊക്കെ തബസ്സുർ കൊണ്ടൊന്നും വീഴ്ച വരുത്തൂല, കുറവ് വരുത്തുകയില്ല. കമാ തബസ്സറൽ മുത്തഖൂൻ, നമ്മൾ പറഞ്ഞില്ലേ, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറു ഫൈദാഹും മുബ്സിറൂനൽ ഹക്ക എന്ന് പറഞ്ഞിരുന്നല്ലോ. അതായത് ഹക്കിനെയും ബാത്തിലിനെയും ഒക്കെ വേണ്ട വിധം, ഹക്കിനെ ഹക്കല്ലാത്തതിൽ നിന്ന് വേർതിരിച്ച് കണ്ട് മനസ്സിലാക്കുക. അങ്ങനത്തെ സംഗതി ഒന്നും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവൂല. പിന്നെ വൈദാലം തീമ്പി ആയ, അങ്ങ് അവരുടെ അടുക്കല് ചെന്നിട്ടില്ലെങ്കിൽ, ഈ അഹ്ല മക്കയുടെ അടുക്കല് ബി ആയത്ത് മിമ്മഖ്തറഹു, അവരിങ്ങനെ ഇഖ്തിറാഹ്, നിർബന്ധിച്ച് ആവശ്യപ്പെടുക എന്നർത്ഥം. അവർ നിർബന്ധിച്ച് ആവശ്യപ്പെടുന്നതിൽ നിന്നും വല്ല ആയത്ത് അങ്ങ് അവരുടെ അടുക്കൽ അത് കാണിച്ച, ഇങ്ങനത്തെ എന്തെങ്കിലും അത്ഭുത സംഗതികൾ കാണിച്ച എന്നൊക്കെ അങ്ങയോട് ആവശ്യപ്പെടും. അതൊന്നും അവരുടെ അടുത്ത് ചെന്ന് കാണിക്കാത്ത പക്ഷം കാല് അവർ പറയും, ലൗല ഹല്ലജത ബൈതഹ, നിനക്ക് അതിനെ ഇജ്തിബാ ചെയ്തുകൂടെ? അൻശഅതഹ മിൻ ഖിബലി നഫ്സിക, നീ ഇതിനൊക്കെ എന്താണ്? അൻശഅതഹ മിൻ ഖിബലി നഫ്സിക, ഇനി ഇതൊക്കെ ഈ എന്താണ്, ഈ വിശുദ്ധ ഖുർആനിലുള്ള ആയത്തുകളൊക്കെ നീ ഉണ്ടാക്കിയതല്ലേ? നിന്റെ ഭാഗത്ത് നിന്നും, നിന്റെ നഫ്സിന്റെ ഭാഗത്ത് നിന്നും നീ ഉണ്ടാക്കിയതല്ലേ എന്ന് ചോദിക്കും. അങ്ങ് ദൃഷ്ടാന്തങ്ങളൊന്നും അവർക്ക് കാണിച്ചില്ലെങ്കിൽ. കുൽ നബി അങ്ങ് പറയുക ലഹു അവരോട്, എന്ത്? ഇന്നമാ അത്തബിയുമാ യൂഹാ ഇലയ്യ മിർ റബ്ബി, എൻ്റെ റബ്ബിൽ നിന്നും എന്നിലേക്ക് വെളിപാടുണ്ടാവുന്നതിനെ ഞാൻ പിൻപറ്റുക മാത്രമാണ് ചെയ്യുക. വലൈസലി, എനിക്ക് പറ്റിയതല്ല അൻ ആത്തിയ മീൻ എന്തി നഫ്സി, എൻ്റെ ഭാഗത്ത് നിന്നും, എൻ്റെ നഫ്സിൻ്റെ ഭാഗത്ത് നിന്നും വിഷയം വല്ലതുമായിട്ട് വരല് എനിക്ക് പറ്റിയ പരിപാടിയല്ല. ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ ഉണ്ടല്ലോ, അത് ബസായിറു, അതായത് ഹുജജ്, പ്രമാണങ്ങളാണ്, തെളിവുകളാണ്. വറഹ്മ, എന്താണ്? അല്ല, ബസായിറു മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പ്രമാണങ്ങളാണ്, തെളിവുകളാണ്, സാക്ഷ്യപത്രങ്ങളാണ്. മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള വഹുദൻ, സന്മാർഗവും, വറഹ്മ, കാരുണ്യവുമാണ്, ലി ഖൗമി യുഅ്മിനൂൻ, വിശ്വാസികളായ സമൂഹത്തിൽ. വൈദാ ഖുരി അൽ ഖുർആനു, ഖുർആൻ ഓതപ്പെടുമ്പോൾ ഫസ്തമിഉ ലഹു, നിങ്ങൾ അതിനെ സംശ്രദ്ധം കേൾക്കണം. വ അൻസിതു അലിൽ കലാമി, സംസാരത്തെ തൊട്ട് നിശബ്ദത പാലിക്കണം. ഇസ്തിമാന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഇൻസാത്ത് എന്ന് വെച്ചാൽ ശബ്ദമുണ്ടാവാതിരിക്കുക, അതായത് നമ്മൾ സംസാരിച്ചിട്ട് അത് കേൾക്കാതെ പോകരുത്, അതാ പറയുന്നത് ഇൻസാത്ത്.
ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് കരുണ ചെയ്യപ്പെടാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഖുർആൻ കേൾക്കുമ്പോൾ അത് ഇങ്ങനെ കേൾക്കാനാണ് സംഗതി. ഇത് ഇറങ്ങിയത് നസലത് ഫീ തർക്കിൽ കലാമി ഫിൽ ഖുതുബ, ഖുതുബയുടെ വിഷയത്ത്, ഖുതുബയുടെ വേളയിൽ സംസാരത്തെ ഒഴിവാക്കുന്നതിന്റെ വിഷയത്തിലാണ് ഇത് ഇറങ്ങിയത്. അള്ളാഹു ഈ ഖുതുബയെ പരാമർശം നടത്തിയിരിക്കുന്നത് ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട്. ലിസ്തിമാലിയ അലൈഹി, ഈ ഖുതുബ ഖുർആനെ ഉൾക്കൊണ്ടത് കാരണത്താൽ, കാരണം ഖുതുബയുടെ റുക്നിൽപ്പെട്ട ഒരു റുക്നാണ് ഒരായത്തെങ്കിലും ഓതുക എന്നുള്ളത്. ഒരായത്തെങ്കിലും എന്നല്ല, ഒരായത്തെങ്കിലും എന്നതുള്ള ഇബ്നു അബ്ദുൽ ഹൈതമിയുടെ ഒക്കെ അഭിപ്രായമാണ്. റംലി ഇമാമിൻ്റെ അഭിപ്രായത്തിൽ ഒരായത്ത് തന്നെ വേണമെന്നില്ല, ആയത്തിൻ്റെ ശകലം അതൊരു മുഫിമത്താണെങ്കിൽ അത് മതിയാവുന്നതാണ്. വഖീല ഫി ഖിറാഅത്തി, ഒരഭിപ്രായമുണ്ട് ഈ ഖിറാഅത്തിൽ ഖുർആനി മുത്തലക്കൻ, ഇത് ഖുർആൻ പാരായണത്തെ സംബന്ധിച്ച് തന്നെയാണ് മുത്തലക്കൻ. അങ്ങനെ ഇങ്ങനെ ഖുർആൻ പാരായണം ഉള്ളത് കൊണ്ട് ഖുതുബേനെ പറ്റിയാണ് എന്നൊന്നും ഇല്ല, ഖുർആൻ പാരായണത്തെ പറ്റി തന്നെയാണ്, ഒരു ബാധയില്ലാതെ ഖുർആൻ പാരായണത്തെ തന്നെ പറ്റിയാണ് എന്നുള്ള ഒരു വേറെ അഭിപ്രായമുണ്ട്. വദ്കുർ റബ്ബക ഫീ നഫ്സിക, അങ്ങയുടെ മനസ്സിൽ അങ്ങയുടെ റബ്ബിനെ അങ്ങ് ഓർക്കുക. ഐ സിർറൻ, രഹസ്യമായിട്ട്, തളറുഅൻ, വിനയത്തോടെ, തദല്ലുലൻ, സ്വന്തം വിനയം കാണിച്ചുകൊണ്ട്, അല്ലേ, ഒരു താൻ നിസാരനാണെന്ന ഭാവേന. വഖീഫത്തൻ, അതായത് ഖൗഫ മിൻഹു, അള്ളാഹുവിനോടുള്ള ഭയത്തോടു കൂടിയും. അപ്പം വിനയത്തോടും ഭയത്തോടു കൂടിയൊക്കെ അങ്ങയുടെ നഫ്സിൽ അള്ളാഹുവിനെ ഓർക്കുക. വഫൗഖസ്സിർ ദൂനൽ ജഹർ, പിന്നെ എങ്ങനെ ഓർക്കുക? ദൂനൽ ജഹർ എന്ന് വെച്ചാൽ എന്ത് മനസ്സിലാക്കണം? സിറു അല്ല ജഹറു അല്ല, അങ്ങനെ ജഹറിൻ്റെ താഴെ ഒച്ചയിലാക്കാതെ, എന്നാൽ തീരെ സിറല്ലാതെ കുറച്ച് ഒരു മിതമായ രൂപത്തിൽ, മിനൽ കൗലിനാൽ, അതായത് കസ്തം പൈനം, അതിൻ്റെ രണ്ടിലുള്ള കസ്ത് മിതത്വം പാലിച്ചുകൊണ്ട് അങ്ങനെയും സ്മരിക്കുക അള്ളാഹുവിനെ. ചെറിയ വലിയ ശബ്ദമില്ലാതെ അള്ളാഹാണ് ദിക്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. ബിൽ ഖുദുവി വൽ ആസാൽ, പ്രഭാതത്തിലും വൽ ആസാൽ, പ്രദോഷവേളകളിൽ. അവായില നഹാറാണ് ബിൽ ഖുദുവ്, പകലിൻ്റെ ആദ്യ വേളകളിൽ. അവാഹിറ, അതിൻ്റെ അവസാന വേളകളിലും. വലാ തക്കും മിനൽ ഗാഫിലിൻ, അങ്ങ് അശ്രദ്ധാന്മാരിൽ പെട്ടുപോകരുത്. അന്തിക്കില്ല, അള്ളാഹുവിൻ്റെ സ്മരണയെ തൊട്ട്. ഇന്നല്ലദീന, നിശ്ചയം ഒരു കൂട്ടർ, ഇന്ദ റബ്ബിക, അങ്ങയുടെ റബ്ബിൻ്റെ അടുക്കലുള്ള ഒരു കൂട്ടർ, അതിൽ മലായിക, അതായത് മലക്കുകൾ. ലാ യസ്തക്ബിറൂന യതകബ്ബറൂന, അവർ അഹങ്കരിക്കുന്നില്ല. അൻ ഇബാദത്തിഹി, അള്ളാഹുവിനെ ആരാധിക്കുന്നതിനെ തൊട്ട് അഹങ്കരിച്ച് മാറി നിൽക്കുന്നില്ല. വ യുസബ്ബിഹൂനഹു, അവർ അള്ളാഹുവിനെ മഹത്വപ്പെടുന്നു, വാഴ്ത്തുന്നു. യുനസ്സിഹൂനഹു, അള്ളാഹുവിനെ മഹത്വപ്പെടുന്നു. അമ്മാല എലീഖുബി, അള്ളാഹുവിനോട് യോജിക്കാത്ത ഒന്നിനെ തൊട്ട്. വലവു യസ്ജുദ്, അള്ളാഹുവിന് വേണ്ടി അവർ സുജൂദ് ചെയ്യുന്നു. ഏതായത് യഹ്സൂനഹു ബിൽ ഖുളൂഇ, കീഴ്വണങ്ങൽ കൊണ്ട് അള്ളാഹുവിനെ അവർ പ്രത്യേകമാക്കുന്നു, അള്ളാഹുവിന് മുമ്പിലേ അവർ കീഴ്വണങ്ങും. വൽ ഇബാദത്തി, ആരാധിക്കൽ കൊണ്ടും. ഫകൂനൂ മിസ്ലഹും, അതുകൊണ്ട് നിങ്ങളും അവരെ പോലെ ആയിക്കും. അപ്പോൾ നമ്മുടെ സൂറത്ത് തീർന്നിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.